ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഒത്തിരി നാളായി എൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഒത്തിരി നാളായി. എനിക്ക് തോന്നുന്നൊരു 10 ദിവസം ആയോ എന്ന് എനിക്കൊരു ഡൗട്ട്. 10 ദിവസത്തിൽ കൂടുതലായെന്ന് തോന്നുന്നു. അപ്പം ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണേ. നമ്മൾ കഴിഞ്ഞ വർഷവും ഈ യാത്ര പോയതായിരുന്നു. ഈ വർഷവും പോവുകയാണേ. നമ്മൾ ബറോഡയ്ക്ക് പോവുകയാണേ. ബറോഡ എന്ന് പറഞ്ഞാൽ വഡോദരയ്ക്ക് പോവുകയാണേ. അങ്ങനെ നമ്മൾ വീടിൻ്റെ അവിടെ നിന്ന് ഓട്ടോയൊക്കെ വിളിച്ച് നമ്മൾ ബസ്സിനാണ് പോകുന്നത്. അപ്പം വൈകുന്നേരത്തെ 4 മണിക്കത്തെ 4:30യുടെ ബസ്സിനാണ് നമ്മൾ പോകുന്നത് വൈകുന്നേരം. അപ്പോൾ വീട്ടിൽ നിന്ന് ഓട്ടോയിൽ കയറി ബസ് സ്റ്റാൻഡിൽ വന്നു. അപ്പം അമ്മയും മാമൻ്റെ മോളും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരും ഉണ്ട് ഈ വർഷം ഞങ്ങളുടെ കൂടെ യാത്ര പോകാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിലൊക്കെ വന്നു. ബസ്സൊക്കെ കയറി ഞങ്ങൾ വൈകിട്ട് 4 മണിക്ക് ബസ് കയറിയതാണ്. ഞങ്ങളങ്ങനെ വഡോദരയ്ക്ക് വെളുപ്പിന് 3:30 ആയപ്പോൾ ഞങ്ങൾ എത്തി കേട്ടോ. ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ തണുത്ത് വിറച്ച് നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമൊക്കെ എടുത്തു കേട്ടോ. വന്ന് റൂമൊക്കെ എടുത്തു, കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി. അങ്ങനെ ഞങ്ങളൊരു 7 മണിയായപ്പോഴത്തേക്ക് ഞങ്ങൾ പള്ളിയിലോട്ട് പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. ഇറങ്ങി പിന്നെ ഫുഡും കൂടെ കഴിച്ചിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫുഡ് കഴിക്കാനൊക്കെ കയറി. ഫുഡ് കഴിച്ചിറങ്ങി വന്നപ്പോഴാണ് അവിടെ കുറേ പ്രാവുകൾക്ക് ഇങ്ങനെ തീറ്റി ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതുങ്ങളിങ്ങനെ രസമുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. അപ്പം എല്ലാവരും അങ്ങനെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പള്ളിയിലോട്ട് യാത്രയായി കണ്ടോ. അപ്പോൾ കച്ചവടക്കാരൊക്കെ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ, അതുകൊണ്ട് അധികമൊന്നും ആയില്ല. അങ്ങനെ ഞങ്ങൾ നടന്ന് നീങ്ങി. ചുമ്മാ നാടി പൊക്കോ. അങ്ങനെ ഞങ്ങൾ പള്ളിക്കകത്തൊക്കെ കയറി നേർച്ചയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ പ്രാർത്ഥനയൊക്കെ നടക്കുന്നതേ ഉള്ളൂ, പ്രസംഗവും അങ്ങനെ കണ്ടില്ലേ എന്തോരം തിരക്കാണെന്നറിയാവോ. അപ്പം നമ്മളും കുറച്ച് നേരം അവിടെ ഇരിക്കുകയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പം നമ്മുടെ ഇവിടുന്ന് കുറേ മലയാളികളുണ്ട്. അവരൊക്കെ വേറെ ബസ്സിനൊക്കെ എത്തുന്നതേ ഉള്ളൂ കേട്ടോ. കുറച്ച് പേരൊക്കെ ട്രെയിനിന് നേരത്തെ വന്നു, റൂമൊക്കെ ബുക്ക് ചെയ്ത് താമസിക്കുന്നവരുണ്ട്. പിന്നെ ബാക്കി 3/4 ഭാഗം ആൾക്കാരും രാവിലെ എത്തുന്നതേ ഉള്ളൂ. ഞങ്ങൾ ചെന്ന് ആ സമയത്ത് എത്തുന്നതേ ഉള്ളായിരുന്നേ. അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നേരമൊക്കെ ഇങ്ങനെ ഇരുന്നു കണ്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നേരത്തെ വന്നായിരുന്നു, വെളുപ്പിനെ വന്നു, ഒരു 6 മണിയായപ്പോഴേ വന്നായിരുന്നു പള്ളിയിൽ കേട്ടോ. ഇപ്രാവശ്യം നമ്മൾ റൂമൊക്കെ എടുത്ത് നല്ല എന്താ പറയുന്നത് ഫ്രഷായിട്ടൊക്കെ അല്ലേ വന്നത്. അപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. എന്നാലും കുഴപ്പമില്ല. കുറേ കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര തിരക്കാണ്. നമുക്ക് നേരത്തെ കയറി എന്താ പറയുന്നത് പള്ളിക്കകത്ത് കയറി നേർച്ചയൊക്കെ കഴിപ്പിക്കണമെങ്കിൽ നമ്മൾ രാവിലെ വന്നാലേ നമുക്ക് നല്ലതുപോലെ കയറാൻ പറ്റുള്ളൂ. പിന്നെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. അങ്ങനെ പള്ളിയിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ കുറേ കച്ചവടക്കാരെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് സാധനമൊക്കെ നോക്കി ഇങ്ങനെ മേടിച്ചു. അത് കഴിഞ്ഞ് പള്ളിയിൽ നിന്നൊക്കെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ, നേരെ നമ്മൾ റൂമിലോട്ട് വന്നായിരുന്നു കേട്ടോ. റൂമിൽ വന്ന് പിന്നെ ഡ്രസ്സൊക്കെ മാറി നേരെ ഞങ്ങൾ അയ്യപ്പനമ്പലത്തിലോട്ട് വന്നു കേട്ടോ. ഇവിടെ ഒരയ്യപ്പനമ്പലമല്ല, 2-3 ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഓൾറെഡി എനിക്ക് 2 ഉണ്ടെന്നറിയാം കേട്ടോ. നമ്മൾ അമ്പലത്തിൽ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടില്ലായിരുന്നേ. അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിലോട്ട് വരുന്നത്. അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ വന്നു. ഇപ്പം തന്നെ സമയം കുറേ ആയി കേട്ടോ. അപ്പോൾ ഇനി മറ്റമ്പലത്തിൽ പോകാൻ നമുക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോഴത്തേക്കും നടയൊക്കെ അടയ്ക്കുമെന്ന് തോന്നുന്നു കേട്ടോ. അത് കാരണം ഞങ്ങൾ ഇവിടെ വന്ന് കയറി തൊഴുതിട്ടൊക്കെ കുറേ നേരം അമ്പലത്തിനകത്ത് നിന്ന് കേട്ടോ. വഴിപാടൊക്കെ കഴിപ്പിച്ചു. ഞങ്ങൾ പുറത്തിറങ്ങി. പിന്നെ അവിടെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് കേട്ടോ. കുറച്ച് നേരം ഇരിക്കുകയൊക്കെ ചെയ്തു.
അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്നൊക്കെ കയറി തൊഴുത് കഴിഞ്ഞ് നേരെ ഇവിടെ പാർക്കുണ്ടായിരുന്നു കേട്ടോ, അവിടോട്ട് വന്നു. അപ്പോൾ ഇന്ന് ജനുവരി 26 അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, റിപ്പബ്ലിക് ഡേ ആണേ. അപ്പോൾ അതിൻ്റെ നല്ല തിരക്കുണ്ട് അവിടെ. നമ്മളങ്ങോട്ട് ചെന്നപ്പോൾ തന്നെ നല്ല തിരക്കാണ്. അപ്പം എന്താ പറയുക, അങ്ങനെ ഞങ്ങൾ അതിലൂടെ കുറേ ഇങ്ങനെ നടന്നു കേട്ടോ. അതിനകത്ത് കാണാൻ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, എന്തോരം സ്ഥലമാണ് ഇങ്ങനെ. നമ്മൾ കഴിഞ്ഞ വർഷം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നടന്നപ്പോഴത്തേക്കും അടുത്തെല്ലാവരും വെള്ളം കുടിക്കാനും ഒക്കെ തോന്നി കേട്ടോ. അങ്ങനെ പിന്നെ വെള്ളമൊക്കെ മേടിച്ച് കുടിച്ചിട്ടൊക്കെ പിന്നെ പെരിയെ ഇങ്ങനെ നടന്നു. അപ്പോൾ ഇവിടെ കുറച്ച് മൃഗങ്ങളൊക്കെ കാണാനുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ വർഷം അതൊക്കെ കണ്ടായിരുന്നു, ഇപ്രാവശ്യം അതൊന്നും കാണാനൊന്നും നിന്നില്ല അവിടെ. ഇങ്ങോട്ട് അപ്പോ ആ മതി, കറക്റ്റായി. ഒരു ദിനോസരം വന്നിട്ട് പോയി, പിന്നെ ആരും വന്നില്ല. വരുന്നു ചെല്ലെ ദേവട്ടൻ ചെല്ലെ. വരുന്നുണ്ട്. എന്റെ നെഞ്ചത്തി ഔട്ടി നിൽക്കുന്നു ഇപ്പൊ. അമ്മ മൊത്തം ചവിട്ടി. അങ്ങനെ നടന്ന് ക്ഷീണിച്ച് എല്ലാവരും അവിടെ കുറച്ച് നേരം ഇരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും നടക്കാനായിട്ട് ഞങ്ങൾ എഴുന്നേറ്റ് കേട്ടോ. തന്നെ ഇരിക്കാൻ പേടിയുണ്ടോ? പിന്നെ സൂം ചെയ്ത് എല്ലാത്തിനും എടുക്കും. അപ്പുറത്തെ പാലത്തെ പോയി അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. തോണ്ടാ സൈഡിൽ ആൾക്കാർ നിൽക്കുന്നുണ്ടോ അവിടെ? അമ്മ അത് കഴിഞ്ഞ് ഞങ്ങൾ നടന്നു വന്നപ്പോൾ ഇതുപോലെ ഒരു പാലവും താഴെ ഒരു തോടായിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് മൊത്തം മുതലയാണ്, കണ്ടില്ലേ? ഇഷ്ടം പോലെ മുതലയാണ് കിടക്കുന്നത്. കണ്ട് അവിടെയൊക്കെ കാണുന്ന മുതലയാണ് ഇങ്ങനെ ഈ കരയ്ക്ക് കയറി ഇങ്ങനെ കിടക്കുവാണ്. ആന പോലത്തെ സൈസിലാണ് മുതലകളാണ്. എൻ്റെ അമ്മോ, കണ്ടാൽ പേടി വരും. അങ്ങനെ നമ്മൾ അതൊക്കെ നിന്നിങ്ങനെ കണ്ടു കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലൊരു ആമയും ഉണ്ടായിരുന്നു കേട്ടോ, വലിയൊരു ആമയും. ഒക്കെ കിടക്കുന്നത് മൊത്തം മുതലകളാണേ. എൻ്റെ പൊന്നേ, ഞാൻ ആദ്യമായിട്ടാണ് സത്യം പറയാം ഇവിടെ വന്ന്. കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും കണ്ടില്ലേ, എന്നാലും കണ്ടു, ഒരു 4-5 എണ്ണത്തിനെയൊക്കെ കണ്ടു കഴിഞ്ഞ പ്രാവശ്യം. പക്ഷേ ഈ പ്രാവശ്യം കൂടുതലായിരുന്നേ, എന്തോ വലിപ്പമോ അതിന്. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ നടന്ന് പിന്നെ കണ്ടോ ഒരു ട്രെയിൻ പാളമൊക്കെ കണ്ടോ, നമ്മുടെ ഈറയൊക്കെ ഇങ്ങനെ നിൽക്കുന്ന, എന്താ ഈറക്കൂട്ടം, മുളങ്കൂട്ടം, ഈറക്കൂട്ടമല്ല മുളങ്കൂട്ടം. ഞങ്ങളൊക്കെ ഇങ്ങനെയാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ ആയിരിക്കുമോ, എല്ലായിടത്തും അങ്ങനെയാണോ പറയുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒരു പാളവും. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പുറത്ത് വന്നു കേട്ടോ. അതൊന്നും ഞാൻ ഉദ്ദേശിച്ചത് ആ പാർക്കിനകത്ത് തന്നെ കേട്ടോ, ഓരോ പാർട്ടായിട്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. എന്തോരം സ്ഥലമാണെന്നറിയാം. അപ്പോൾ ഒരു ആനയൊക്കെ നിൽപ്പുണ്ട് അവിടെ. ഉണ്ടോ, തിരക്ക് കണ്ടോ, എന്തോ തിരക്കാണെന്നറിയാമോ, ഭയങ്കര തിരക്കാണ് കേട്ടോ ഇന്നത്തെ. അമ്മു കൈ ഫ്രീ അല്ലേടി, ഈ ലഗേജ് ഒന്നെടുത്ത്.
അങ്ങനെ നടന്ന് നടന്ന് ഇപ്പുറത്തോട്ട് വന്നപ്പോൾ കുറേ പൂക്കളെ എന്തെല്ലാം വെറൈറ്റി സൈസ് പൂക്കളാണെന്നറിയാമോ. അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ നടന്നിങ്ങനെ വന്നു കഴിയുമ്പോൾ അവിടെ ഒരു ക്ലോക്ക് പോലും ഇതുണ്ട്, ചെടികളൊക്കെ ഇങ്ങനെ നട്ടിരിക്കുന്നതാണേ. അതെ, ഇങ്ങനെ നടന്നങ്ങ് എടുക്കണം. നടന്ന് മാറ് 2x ഇട്ടാൽ മതി. അപ്പഴേ നീ തിരിച്ചെടുക്കാൻ പറ്റാമോ? ഞാൻ നേരെ അങ്ങേയറ്റം വേറെ ഏതോ ഒരു പൂവല്ലേ, അപ്പുറത്തെ കളർ നോക്കിക്കേ, ജമന്തി വേറൊരു കളറ്. तो फिर बोलता है कि रोज मैसेज करूँगा तेरी तो नहीं होंगे ना। नहीं जब तेरा मन हो പടവതിലെ വെള്ളം എന്തുകൊണ്ട് നിൽക്കുന്നില്ല എന്നാണ് ഉത്തരവായത്. ഗട്ടറിൻ്റെ ആണെന്ന് നോക്ക്, സൈസ് നോക്കാൻ തോന്നുന്നു. ഒരു കുഴിയല്ലേ. ഇതിനിടയ്ക്ക് ഞാൻ അത് പറയാൻ മറന്നുപോയി. മുമ്പേ ആ സ്ക്രീനിൽ ദിനോസറിനെയൊക്കെ കാണിച്ചില്ലേ, ദിനോസർ എന്നെ ചവിട്ടിക്കൊന്നേനെ. ഓരോരുത്തർ പുതപ്പൊക്കെ ആയിട്ട് ഒന്ന് വിരിച്ച് കിടന്ന് ഉറങ്ങുന്നു. പശു നമുക്ക് അവിടെ കാണാൻ വിരി വെച്ചാലോടാ. ഷാളുണ്ടോ ഇതിൻ്റെ അത് വല്ലത്? നമ്മളോട്ട് വരയ്ക്ക്. ശരിക്കും 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 ഇനി ഫുള്ള് സൂം ഔട്ട് ചെയ്യും. ഫുള്ള് കുറയ്ക്ക്, ഫുള്ള് കുറയ്ക്ക്, താഴോട്ട് അങ്ങ് വരയ്ക്ക്. ഫുള്ള് അങ്ങനെ പിടിച്ചോ, അങ്ങനെ പിടിച്ചോ, ഫുള്ള് കുറയ്ക്ക്. അന്നേരം ദൂരം മനസ്സിലാകും, സൈസ് മനസ്സിലാകും. ഓക്കെ. അങ്ങനെ വീണ്ടും ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് മുതലയുടെ അടുത്ത് തന്നെ വന്നു കേട്ടോ. അമ്മ മുതലേ കണ്ടില്ലായിരുന്നു, അന്നേരം അമ്മ അവിടെ ഇരിക്കുമായിരുന്നു കേട്ടോ. ഞങ്ങൾ മാത്രമേ പോയി കണ്ടത്. വീണ്ടും നമ്മൾ കാണാനായിട്ട് വന്ന് കണ്ടോ, അത് നീന്തുന്ന കണ്ടോ, എന്തോരം വലിയൊരു ടമോ, എന്തോ വലിപ്പോ അത്. വെള്ളത്തിൽ കൂടെ പോകുന്ന കാണാൻ രസം. പിള്ളേർ കല്ല് പെറുക്കി എറിഞ്ഞു കേട്ടോ, അത് കരയിൽ കിടക്കുമായിരുന്നു, അപ്പോൾ വെള്ളത്തിൽ ചാടി. ഫാമിലിയാടാ, 3 പേരുണ്ടാ. എന്റെ 2 കിട്ടുന്ന. അങ്ങനെ അതിൽ ഞങ്ങൾ ഈ പാർക്കിൽ തന്നെ കറങ്ങി കേട്ടോ, ഒരു 2-2.5 മണിക്കൂർ അതിനകത്ത് തന്നെ ചിലവഴിച്ചു. ഇപ്പോൾ കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതിനെയൊക്കെ കണ്ടു. 2.5 മണിക്കൂറൊന്നും അല്ല, ഇതിനകത്ത് കുറേ സമയം പോകും. നമ്മുടെ ആ എന്താ പറയുക, മൃഗങ്ങളുടെയൊക്കെ അവിടെ ഓപ്പൺ ആയിരുന്നെങ്കിലുണ്ടല്ലോ, അതിനെയൊക്കെ കാണാനായിട്ട് കുറേ കിളികളും അതുമൊക്കെ ഉണ്ട്. അതിനെയൊക്കെ കാണാനായിട്ടായിരുന്നെങ്കിൽ ഇപ്പോൾ സമയം ഒരുപാട് പോയേനെ. ഇന്ന് അവിടെ അവധി ആയതുകൊണ്ട് അടച്ചേക്കും, അതുകൊണ്ടാണ് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റാഞ്ഞത്. വീണ്ടും അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം, പാർക്കിൽ നിന്നൊക്കെ ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. നേരെ പള്ളിയിൽ വീണ്ടും തിരിച്ചെത്തി കേട്ടോ. അപ്പോൾ പള്ളിയിൽ ഫുഡൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങൾക്ക് വിശന്ന് പോയി. അത് കാരണം ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചിട്ട് നേരെ വന്ന് അങ്ങനെ നമ്മൾ പള്ളിയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ചിങ്കാരി മേളവും കൊട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ അവർ ഘോഷയാത്ര ഇറങ്ങാനുള്ള സമയം, ഘോഷയാത്ര എന്നല്ലേ പറയുന്നത്, ഞങ്ങൾ ഘോഷയാത്ര, റാസ അങ്ങനെയൊക്കെ പറയും പള്ളിയിലെ ഇതിനങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഘോഷയാത്ര നമ്മൾ പൊതുവേ അമ്പലത്തിൽ ഇതിനൊക്കെയല്ലേ പറയുക. ഇത് റാസ ഇറങ്ങുന്നു അങ്ങനെയൊക്കെ പറയും. ഞങ്ങളൊക്കെ എങ്ങനെയാണ് പറയാറ് കേട്ടോ. അപ്പോൾ അതൊക്കെ തയ്യാറാക്കി അവിടെ ഇറങ്ങാനുള്ള പുറപ്പാടാണ്. അപ്പോൾ അതിൻ്റെയാണ് ഈ കൊട്ടും ഒക്കെ. അങ്ങനെ കുറേ നേരം അതൊക്കെ അവിടെ നിന്ന് കണ്ട. അപ്പോൾ ഇത് നമ്മൾ റാസ ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മൾ നേരെ തിരിക്കും കേട്ടോ. കാരണം നമുക്ക് ഈ റാസ വന്ന് എന്താ പറയുന്നത്, അവർ പോയി തിരിച്ച് വന്ന് പള്ളി കയറുന്നിടം വരെ ഒന്നും നമുക്ക് നിൽക്കാനുള്ള ടൈം കാണത്തില്ല. കാരണം നമുക്ക് തിരിച്ച് നമ്മുടെ വേരാവലിലോട്ട് നമുക്ക് തിരിച്ച് വീട്ടിലേക്കുള്ള ബസ് രാത്രി 8 മണിക്കാണ്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് റൂമിൽ വന്ന് ഒന്ന്
എന്താ പറയുക, ഒന്ന് റെഡിയായി ഡ്രസ്സൊക്കെ മാറി, കുളിക്കണമെങ്കിൽ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം നമുക്ക് റെഡിയായിരിക്കാൻ. അത് കാരണം നമുക്ക് അവിടെ അധികം നിൽക്കാൻ സമയമില്ല. നമ്മൾ ഇത് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ച് റൂമിലെത്തും കേട്ടോ. അപ്പോൾ അങ്ങനെ നിന്ന് കുറേ നേരം അങ്ങനെ അതൊന്ന് കണ്ട് എന്ത് രസമായിരുന്നെന്നറിയോ. ഇവിടെയാണെങ്കിൽ ഈ എവിടേക്കുള്ള മലയാളികളാണോ വരും, നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വരാറുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഗുജറാത്തിൽ വന്നിട്ട് മലയാളികളെ ഇത്രയും കാണുന്നത് ഇവിടെ ചെല്ലുമ്പോഴാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും മലയാളികളാണ് കേട്ടോ, ഇഷ്ടം പോലെ മലയാളികളുണ്ട്. പിന്നെ അതിനകത്ത് മലയാളികൾ എന്താ പറയുന്നത്, ഇവിടെയൊക്കെ നേരത്തെ മുതലേ ജീവിച്ചവരൊക്കെ ആകുമ്പോൾ മലയാളികളാണോ എന്ന് ചിലരെ നമുക്ക് മനസ്സിലാവത്തുമില്ല കേട്ടോ. അതുപോലെ ആയിരിക്കും. അങ്ങനെ നമ്മളവിടെ കുറേ നേരം നിന്ന് കണ്ടു. ഇനിയിപ്പോൾ ഇത് ഇറങ്ങണം, എന്താ പറയുന്നത്, അതിന് നമ്മുടെ എന്തുവാ ഇവിടുത്തെ ഇത് മാതാവാണേ, ഈ പള്ളിയിൽ ബറോഡ മാതാവെന്ന് പറഞ്ഞ് ഭയങ്കര വിശ്വാസമാണ് എല്ലാവർക്കും. എനിക്കും ആ വിശ്വാസമൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കിങ്ങനെ എന്താ പറയുക, നമുക്ക് പള്ളിയാണേലും അമ്പലമാണേലും എല്ലാം നമുക്ക് വിശ്വാസമുള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ വർഷം മുതലാണ് ഇവിടെ വരാൻ തുടങ്ങിയത്. നമ്മുടെ ഈ എന്താ പറയുന്നത്, നമ്മൾ നാട്ടിൽ പറയത്തില്ലേ കൃപാസനത്തിൽ പോകുന്നു എന്നൊക്കെ പറയുന്നത്, അതുപോലെ ഒരു ഫീലാണ്. ഞാൻ ഇതുവരെ കൃപാസനത്തിൽ പോയിട്ടില്ല, എന്നാലും ഞാൻ പറയാം അതുപോലൊക്കെയുള്ളൊരു ഫീല് തോന്നും നമുക്ക് ഇവിടെ വരുമ്പം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പം മാതാവിനെയൊക്കെ വണ്ടിയിലൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു എന്താ പറയുന്ന ഓപ്പൺ ജീപ്പ് പോലെ അതിനകത്താണ് ഇങ്ങനെ ഈ മാതാവിനെ വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ പോവും. അപ്പം എന്താ പറയുക, എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നു. ഈ കുറേ ദിവസമായല്ലോ നമ്മൾ വീഡിയോ ഇട്ടിട്ട്, അതുകൊണ്ടുണ്ടല്ലോ ഒന്നും പറയാൻ അങ്ങോട്ട് കിട്ടുന്നില്ല. നമ്മളൊരു അടുപ്പിച്ച് കുറച്ച് ദിവസം വീഡിയോ ഇടാതിരുന്നാൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. എന്നാൽ ചോദിക്കും മുമ്പ് വലിയ ക്ലിയറായിട്ട് സംസാരിക്കുന്നില്ല കേട്ടോ. എന്നാലും ഇപ്പോൾ ആ ഒരു ഇതുപോലും വിട്ടുപോയി. നമ്മളിപ്പോൾ കുറേ നാളായിട്ട് വീഡിയോ ഇടാത്തത് കൊണ്ട്. അപ്പം ചാനലുകാരൊക്കെ ഉണ്ട് കേട്ടോ, വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് എല്ലാവരും. അപ്പോൾ ഇനിയിപ്പോൾ ഇത് സ്റ്റാർട്ടായി കഴിയുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ബറോഡ വിശേഷങ്ങളൊക്കെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.